കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ തീം നിങ്ങൾക്കറിയാവുന്നതുപോലെ യേശുവും ഞാനും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ യേശുവും നമ്മളും തമ്മിലുള്ള ആ ആഴത്തിലുള്ള റിലേഷൻ, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വിത്ത് ക്രൈസ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ കർത്താവും നമ്മളും ഉള്ള ബന്ധത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഒരു മർമ്മം എന്ന നിലയിൽ പൗൽ പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രോജക്റ്റാണ്, ഒരു ജൈജാന്റിക് പ്രോജക്റ്റാണ്. നമ്മൾ കണ്ടു ഒരു പരിധിവരെ ആ ഒരു കാര്യത്തിൻ്റെ സാധ്യത്തിന് വേണ്ടി, അഥവാ മനുഷ്യനും ദൈവവുമായിട്ടുള്ള സംസർഗം ഒരു യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നും നമ്മൾ കണ്ടു. ആ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് പകലിൽ അതിനകത്തെ പല പടികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്, ദൈവം കർത്താവ് നമ്മളോട് കൂടെ വസിക്കേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ കണ്ടു കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിനകത്ത് നമ്മൾ ആകെപ്പാടെ ചെയ്തത് അവൻ്റെ രക്ഷയെ റിസീവ് ചെയ്യല്ല, അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം അവൻ്റെ കൃപയാൽ അവൻ ചെയ്തതാണ്. ആകെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് we were receiving the grace, we were receiving the salvation that God has given us through his grace. or അതുകൊണ്ടാണ് പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ആൻഡ് ത്രൂ ഫെയ്ത്ത്. ഇറ്റ് ഇസ് നോട്ട് ബൈ ഫെയ്ത്ത്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ആൻഡ് ത്രൂ ഫെയ്ത്ത്. അത് കൃപയാൽ വിശ്വാസം മൂലം, അതായത് രക്ഷ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്ന കാര്യത്തെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ എന്ത്? വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം തന്നെ ഒരു ബുദ്ധിയിലുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനോവികാരമല്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. നീ വിശ്വസിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന നിലയിലാണ്. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വേദോക്ത പ്രകാരം ആശ്രയമാണ്. അതായത് നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. കർത്താവിൻ്റെ ഈ രക്ഷയെ പ്രാപിക്കുന്നതിന് വേണ്ടി അവനിൽ നമ്മൾ ചാരുകയാണ്. അതായത് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് അവനെ അനുവദിക്കുന്നതാണ്. ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലാണ് എൻ്റെ ജഡത്തിൽ ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗൽ പറയുന്നുണ്ട്. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. മേലാൽ എന്നിൽ ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്നാൽ എൻ്റെ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നതോ, അതായത് എൻ്റെ കയ്യും കാലും ഒക്കെ അനങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അത് ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലാണ്, ആശ്രയത്താലാണ്. അതായത് എൻ്റെ കൈയിനെയും കാലിനെയും കണ്ണിനെയും കാതിനെയും എല്ലാം ചലിപ്പിക്കുവാൻ ഞാൻ ആരെ അനുവദിച്ചിരിക്കുന്നു? യേശുവിനെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ യേശു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണ് യേശു എൻ്റെ ഉള്ളിൽ അവൻ വസിച്ചെങ്കിൽ മാത്രമേ അവന് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ആ എൻ്റെ ഉള്ളിലേക്ക് വസിക്കണമെങ്കിൽ ഞാൻ പാപിയായിരുന്ന സമയത്തൊന്നും എന്നിലേക്ക് പ്രവേശിച്ചിരിക്കാൻ അവന് കഴിയില്ല, ഇല്ലേ? അതുകൊണ്ട് ഈ ഒരു കാര്യം സത്യമാകാൻ വേണ്ടി, യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഒരു വലിയൊരു ജൈജാന്റിക് പ്രോജക്റ്റ്. അതെന്നാ തുടങ്ങിയത്? അല്ലെങ്കിൽ അത് തുടങ്ങിയത് സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് നമ്മൾ കർത്താവിനെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്? നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ അവനെ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ യേശുവേ സ്തോത്രം, യേശുവെ നന്ദി എന്നൊക്കെ പറഞ്ഞപ്പെടുന്നതല്ല. അതിനൊക്കെ മുമ്പേ തന്നെ അവൻ നമ്മളെ സ്നേഹിച്ചു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിക്കുകയുള്ളൂ. കർത്താവ് നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അതവൻ്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് എന്ന് നമ്മൾ കണ്ടു. ആ പ്രദർശനം. എന്നാൽ നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെയല്ല, നമ്മുടെ ജനനം മുതൽ നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ജനനം മുതലല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കണ്ടു. പിന്നെ പോൾ പറയാണ്, ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ അവനിത് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പേ തന്നെ അവൻ ഇതെല്ലാം സ്വപ്നം കണ്ടു. അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതും മനുഷ്യൻ അവനോട് ഒരുമിച്ച് വസിക്കുന്നതുമായ കാര്യം. അതിനിടയ്ക്ക് മനുഷ്യൻ ഒരുപക്ഷെ തെറ്റ് ചെയ്യുന്നതും അവൻ കണ്ടിട്ടുണ്ട്, കാണാതിരിക്കത്തില്ലല്ലോ. ബിക്കോസ് ദൈവത്തിന് അറിയാൻ വയ്യാത്തൊരു കാര്യമില്ല. പക്ഷെ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഇവനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചില്ല. പകരം കർത്താവ് വീണ്ടെടുപ്പും കൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്തു. അതായത് സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തു. ഇതെല്ലാം അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അപ്പോൾ സൃഷ്ടി തന്നെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അതാണ് ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത്. God created man
ബിക്കോസ് ഗോഡ് ലവ്ഡ് മാൻ. മനുഷ്യൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്, അല്ലേ? എന്നെ സകല സൃഷ്ടിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ആ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ, മനുഷ്യന് വേണ്ടിയാണ് ബാക്കി എല്ലാ സൃഷ്ടിയും നടത്തിയത്. ഞാൻ രാവിലെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർക്കണം. ഗാഡ് ക്രിയേറ്റഡ് എവറിഥിങ് ഫോർ മാൻ ആൻഡ് ഹി ക്രിയേറ്റഡ് മാൻ ഫോർ ഹിംസെൽഫ്. ദൈവം സർവ്വ സൃഷ്ടിയെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു, മനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതുകൊണ്ട് സൃഷ്ടിയുടെ മുഴുവൻ കാര്യങ്ങളുടെയും മുകളിൽ മുകുടമായി നിൽക്കുന്നത് മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന ഏത് അബദ്ധങ്ങളും എന്ത് പ്രശ്നങ്ങളും എല്ലാം സൃഷ്ടിയെയും ബാധിക്കും. കാര്യം അവന് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടാക്കിയത്, അല്ലേ? ആ സർവ്വ സൃഷ്ടിയെയും ദൈവം സ്നേഹത്തിൽ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ആ സ്നേഹം അവൻ വിട്ടുകളയുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? അവനെ വീണ്ടെടുത്തുകൊണ്ട് അവന്റെ സ്നേഹം വീണ്ടും പ്രദർശിപ്പിക്കുകയാണ്. ആ വീണ്ടെടുപ്പിലാണ് അവന്റെ സ്നേഹം കൂടുതൽ അറിയുന്നത്. കാര്യം സൃഷ്ടിക്കാൻ അവനൊരു വാക്ക് മതിയായിരുന്നു, വീണ്ടെടുക്കാൻ അവന്റെ രക്തം ഒഴുക്കി കൊടുക്കേണ്ടി വന്നു. ഞാൻ രാവിലെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ മറക്കരുത്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചത് നന്നാക്കാൻ ചെല്ലുമ്പോൾ 1 കോടി രൂപയാകുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അത് അതിന്റെ പുറകെ നടക്കത്തില്ല, വേറൊരു വണ്ടി വാങ്ങിച്ചാൽ മതില്ല. പക്ഷേ യേശു അങ്ങനെയല്ല, ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടി 10 കോടി രൂപയ്ക്ക് നന്നാക്കാനും അവൻ തയ്യാറാണ്. അതാണ് വാസ്തവത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ നടക്കുന്നത്, അല്ലേ? മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി അവനൊരു വാക്ക്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകലത്തെ സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു. പക്ഷേ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവന്റെ സ്വന്തം രക്തം ഒഴുക്കി കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ വീണ്ടെടുപ്പിന്റെ സമയത്ത് സ്നേഹത്തിന്റെ ആർദ്രത, ആ മറ്റൊരു മുഖം നമ്മൾ കാണാം. സ്നേഹം ആർദ്രമാകുന്നു, അത് കരുണയായിത്തീരുന്നു. അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യനെ തിരക്കിയും കർത്താവ് ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ആ 3ാമത്തെ സ്റ്റേജിൽ അവന്റെ ആർദ്രത പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നാൽ ആദമനെ തിരക്കി ദൈവം ഇറങ്ങി വന്നപ്പോൾ എത്ര ത്യാഗം ദൈവത്തിന് സഹിക്കാം. ദൈവത്തിന് ദുഃഖമുണ്ടായിരുന്നു, ഹി വാസ് ഗ്രീവ്ഡ്. പക്ഷേ അതിന്റെ 1000 മടങ്ങ് 10,000 മടങ്ങ് കോടി മടങ്ങ് കൂടുതൽ ത്യാഗപൂർണമായിട്ടാണ് യേശു എന്നെ തിരക്കി വന്നത്. കാരണം നമ്മൾ കണ്ടു, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു, അല്ലേ? മനുഷ്യൻ അല്ലെങ്കിൽ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. എവിടെ? ക്രൂശിലെ മരണം വരെയും, അല്ലേ? ആ ഒരു പ്രോജക്റ്റിനിടയ്ക്ക് ഇട്ടേച്ചു പോകാതെ, ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ അവന്റെ മിഷൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇട്ടേച്ചു പോകാതെ, അതാണ് ക്രൂശിലെ മരണത്തോളം ദൈവിക തൃത്വത്തിൽ ആ ഡിവൈൻ കൗൺസിലിൽ അവരെടുത്ത തീരുമാനത്തിനൊരു ഒരു മാറ്റമുണ്ടാകാതെ യേശു കർത്താവ് അതിനോട് ചേർന്ന് നിന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം സ്നേഹിച്ചു, സ്നേഹം കരുണയായി, കരുണ പ്രവൃത്തിയിലായി, അല്ലേ? ഇറങ്ങി വന്നു എന്തിനാണ്? വിടുവിക്കാൻ വേണ്ടിയാണ്, അല്ലേ? വിടുവിക്കാൻ എന്ന് പറയുമ്പോഴും വീണ്ടെടുക്കുക എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാര്യം യേശു കർത്താവ് ഭൂമിയിൽ വന്ന് പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യനെ അവന്റെ ചങ്ങല പൊട്ടിച്ചു. അവന്റെ രക്തം അതിന് വിലയായി ഒഴുക്കേണ്ടി വന്നു. അത് ആർക്ക് കൊടുത്തെന്നുള്ളതല്ല, അവന്റെ രക്തം ഒഴുക്കിയത് കൊണ്ടാണ് എനിക്ക് പിശാച് എന്നെ പിടിച്ചു കിട്ടിയിരുന്ന ചങ്ങല പൊട്ടിക്കിട്ടിയത്. ഓക്കെ, ആ ചങ്ങല പൊട്ടിക്കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടെടുക്കപ്പെട്ടു എന്നില്ല. ഞാൻ വിടുവിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ വീണ്ടെടുക്കപ്പെട്ടു എന്നില്ല. കാരണം വിടുവിക്കപ്പെട്ടവനും യേശുവിന്റെ പുറകെ വേണമെങ്കിൽ പിശാചിന്റെ കൂടെ പിന്നെയും താമസിക്കാം, ഇല്ലേ? അതായത് ഞാൻ ആ പട്ടിയുടെ ഉദാഹരണം പറഞ്ഞുണ്ടല്ലോ, വില കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന്റെ തൊടല് ഞാൻ കട്ട് ചെയ്ത് തരാം, പക്ഷേ ഈ പട്ടി നിന്റെ കൂടെ പോന്നാൽ അത് നിന്റെ പട്ടി, എന്റെ കൂടെ നിന്നാൽ എന്റെ പട്ടി എന്ന് പറയുന്നത് പോലെ പിശാച് യേശു കർത്താവിന്റെ മുമ്പിൽ അവന്റെ രക്തം ഒഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു ഹി ഈസ് ഫ്രീ. പക്ഷേ ഇവനെ പിടിച്ചോണ്ട് പോകുന്നതല്ലല്ലോ അതിനകത്തെ കാര്യം. യേശു അങ്ങനെ ചെയ്യത്തില്ല. പകരം നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ യജമാനൻ ആരാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ പിതാവ് ആരാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഞാൻ യേശുവിനെ കർത്താവാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് ദൈവം ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ്, സാൽവേഷൻ. പക്ഷെ കർത്താവാക്കുന്നത് ഞാൻ യേശുവിനെ കർത്താവാക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. രക്ഷയിലെ മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും ആര് തന്നെ ചെയ്യുന്നതാണ്? കർത്താവ് തന്നെ, ദൈവം തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ മാനസാന്തരപ്പെടുക, അതിപ്പം കർത്താവ് ചെയ്യേണ്ട കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെ കർത്താവ് രക്ഷിക്കുന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? കർത്താവിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വീണ്ടും ജനിക്കുന്നു, നമുക്ക് ജനിക്കാൻ പറ്റത്തില്ല, അവൻ നമ്മളെ ജനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ നിശ്ചയിച്ചാൽ ജനിക്കാൻ പറ്റുമോ? ഭൂമിയിൽ ആർക്കെങ്കിലും സ്വയം ചിന്തിച്ചിട്ട് ജനിക്കാൻ പറ്റുമോ? ഇല്ല.
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റും, എനിക്ക് അനുതപിക്കാൻ പറ്റും, എനിക്ക് പാപം ഏറ്റുപറയാൻ പറ്റും. പക്ഷെ എന്നെ രക്ഷിക്കണോ വേണ്ട എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? രക്ഷിതാവാണ്. അതുപോലെ എനിക്ക് വീണ്ടും ജനിക്കാൻ കഴിയില്ല, എന്നെ വീണ്ടും ജനിപ്പിക്കുകയാണ്. കാര്യം പിതാവാണ് ജനിപ്പിക്കണോ വേണ്ട എന്നുള്ളതിന്റെ ഡിസിഷൻ മേക്കർ, അല്ലേ? അതുകൊണ്ട് കർത്താവ് എന്നെ വീണ്ടും ജനിപ്പിക്കുന്നു. വീണ്ടും ജനിപ്പിക്കുന്ന ഞാൻ പിന്നീട്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ യേശുവിനെ കർത്താവാക്കുന്നു. അത് യേശുവിന്റെ ഒരു പ്രത്യേകതയാണ്. അവൻ ആരെയും, അതായത് എല്ലാ രാജാക്കന്മാരും അവരുടെ പ്രജകളെ തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഒരു കഴിവുള്ള ഒരു രാജാവുണ്ടെങ്കിൽ അവൻ ചെന്നിട്ട് ഒരു രാജ്യത്ത് ചെന്ന് കീഴടക്കുകയാണ്, പ്രജകളെ കീഴടക്കുകയാണ്. എന്നാൽ ഈ രാജാവിന്റെ പ്രത്യേകത എന്നറിയാമോ? പ്രജ രാജാവിനെ തിരഞ്ഞെടുക്കണം, വേണമെങ്കിൽ മതി. അതാണ് യേശുവിന്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ അർത്ഥമാക്കുന്നത്. സോ വി ഡിസൈഡ്, നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വീണ്ടും പിശാചിന്റെ കെട്ടിനകത്ത് തന്നെ കഴിയാം. കാൽവറി ക്രൂശിൽ യേശു രക്തം ചൊരിഞ്ഞ അതേ സമയത്ത് തന്നെ ലോകത്തിലെ സകല മനുഷ്യരുടെയും സകല പാപങ്ങളുടെയും ശിക്ഷ അവൻ ഏറ്റെടുത്തത് കൊണ്ട് അന്നേരം മുതൽ പിശാചിന് ഒരു മനുഷ്യന്റെ മേലും ഇനി അധികാരമില്ല. പക്ഷെ വേണമെങ്കിൽ പിശാചിന്റെ കൂടെ തന്നെ ഒരാൾക്ക് നിൽക്കാം. അതുകൊണ്ടാണ് ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അതാണ് ന്യായവിധി. എന്തുകൊണ്ടാണ് മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത്? മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കാഞ്ഞിട്ടല്ല, മനുഷ്യന്റെ പാപം മോചിക്കാൻ അവൻ ആകാഞ്ഞിട്ടല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, വേണ്ടാന്ന് ചിന്തിച്ചതുകൊണ്ടാണ്. വെളിച്ചം ലോകത്തിൽ വന്നിട്ട് അവൻ പറഞ്ഞു, യേശുവിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, എന്റെ മനോവികാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് വാതിൽ തല്ലിപ്പൊളിച്ചകത്ത് കയറത്തൊന്നുമില്ല. അതാരും നോക്കിയിരിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്നോട്ടെ, കയറിക്കോട്ടെ എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. എനിക്ക് യാതൊരു വിരോധമില്ല. യേശു എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിനകത്ത് എനിക്കൊരു വിരോധമില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നിങ്ങൾ യേശുവിനെ ഇൻവൈറ്റ് ചെയ്ത് അകത്ത് കയറ്റിയാൽ മാത്രമേ അവൻ കയറത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു വിരോധമില്ല. ചിലർ പറയുന്ന കേട്ടില്ലേ, സുവിശേഷം പറയുമ്പോഴും ആളുകൾ പറയുന്നതൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു. സുവിശേഷം പറയുന്നവർക്കറിയാം അതൊക്കെ, അല്ലാത്തവർക്ക് അറിയത്തില്ല. സുവിശേഷം പറയുന്നവർക്കല്ല ഇതൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ. സുവിശേഷം പറയുന്നവർക്കറിയാം. ആയിക്കോട്ടെ, ഞാനായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല. അത് കർത്താവിന് എൻ്റെ ഉള്ളിലേക്ക് കയറുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഞാൻ ആവലോടുകൂടി അവനോട് പ്ലീഡ് ചെയ്യുമ്പോൾ അവൻ എൻ്റെ പാപങ്ങളെ മോചിച്ച് അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കർത്താവെ രാജാവായി എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുമ്പോഴാണ് അവൻ എൻ്റെ മേലുള്ള കർത്തൃത്വം ഏറ്റെടുക്കുന്നത്. അല്ലെങ്കിലില്ല. അപ്പോൾ യേശുവിനെ കർത്താവാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ മനസ്സലിഞ്ഞു, അവൻ ഇറങ്ങി വന്നു, അവൻ നമ്മളെ വിടുവിച്ചു. He set us free. വില കൊടുത്ത് അവൻ നമ്മളെ വിടുവിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കാണുന്നത്, വിടുവിച്ചതിന് ശേഷം നമ്മളെ നമ്മളെ കൊണ്ടുപോയി എന്തിനു വേണ്ടിയാ വിടുവിച്ച് കൊണ്ടുപോയി നമ്മളെ തൂക്കിക്കൊല്ലാനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറ്റവാളി ഇന്ത്യയിൽ നിന്ന് കുറ്റം ചെയ്തേച്ച് പോയാൽ, ഇന്ത്യയിൽ അങ്ങനെ പല കേസുകൾ നടന്നിട്ടുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ അവന്റെ ഈ പറയുന്ന കുറ്റവാളികളുടെ മേൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്ത് കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പക്ഷെ അവനെ കിട്ടുന്നില്ല. അവനെ കിട്ടിയിട്ട് വേണ്ട വധശിക്ഷയ്ക്ക് വിധിക്കാൻ, അല്ലേ? അതുകൊണ്ട് അവനെ ഇന്ത്യൻ ഗവൺമെന്റ് കാര്യമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, നമുക്കൊന്നും അങ്ങനെയുള്ള വലിയ പരിശ്രമമൊന്നും ഇല്ലാത്തതാണ്, കാര്യമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു രാജ്യത്ത് നിന്ന് അവനെ ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ അവനെ തൂക്കിലേറ്റാം. പക്ഷെ യേശു കർത്താവ് എന്നെ വിടുവിച്ചത് അവന്റെ രാജ്യത്ത് കൊണ്ടുപോയി എന്നെ തൂക്കിക്കൊല്ലാനൊന്നുമല്ല. എന്തിനാണ്? അവൻ എന്നോട് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ആ ക്ഷമിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അവൻ അതിനെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. എൻ്റെ പാപങ്ങളെ അവനിപ്പോൾ ഓർക്കുന്നില്ല. കാര്യം അവൻ എന്നെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്നെ തൂക്കിക്കൊല്ലാനല്ല, എന്നെ അവന്റെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയാണ്, അവനോട് കൂടെ ജീവിക്കാനാണ്. അതായത് അവന്റെ ഈ വലിയ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ്. അവൻ ഇറങ്ങി വന്നു, വിടുവിച്ചു, ക്ഷമിച്ചു. പക്ഷെ പാപക്ഷമ എന്ന് പറയുമ്പോൾ അതിന് പല ആസ്പെക്ട് ഉണ്ടെന്ന് നമ്മൾ രാവിലെ കണ്ടു. അത് നമുക്ക് പലപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. കർത്താവിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. കാര്യം പാപം ക്ഷമിച്ചത് കൊണ്ട് എൻ്റെ പാപം മോചിക്കപ്പെടണമെന്നില്ല, പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിക്കണമെന്നില്ല. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളെ പാപം ക്ഷമിക്കുന്നത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അവനോട് എൻ്റെ പാപം ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം
ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാപത്തിന്റെ കറയൊന്നും ഇല്ലെന്നല്ല. അത് കഴിയണമെങ്കിൽ കർത്താവെ നീ എന്നെ നന്നായി കഴുകി എന്റെ അന്തരന്ദ്രിയത്തെ നീ ശോധന ചെയ്യണം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജാണ് ക്ലെൻസിങ് ഓഫ് അവർ സിൻ. ക്ലെൻസിങ്.